നമസ്കാരം, നന്ദകുമാറാണ്. ഞാൻ ഒരു 3 വിഷയത്തിനെ ക്ലബ് ചെയ്തിട്ടൊരു കഥ പറയാം. 3 വിഷയത്തിനെ ക്ലബ് ചെയ്ത് ഇപ്പം ടൈം ലൈനിൽ നിൽക്കുന്ന 3 വിഷയത്തിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചു. ഒന്ന് അഖിൽ മാരാറിൻ്റെ വിഷയം, അതൊരു പെണ്ണ് വിഷയമാണ്. ദിലീപ് ഏട്ടൻ്റെ വിഷയം, അതും ഒരു പെണ്ണ് വിഷയമാണ്. സരിത നായട്ടതും പെണ്ണ് വിഷയമാണ്. ഇതൊക്കെ നമുക്ക് ഒരു കാറ്റഗറിയിലേക്ക് എടുക്കാം. ഞാൻ ചോദിക്കുന്ന കാര്യം, പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടൊരു ആളെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. പാഞ്ചാലി എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ അർജുനോ ആരാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വീതിച്ചെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ വീതിച്ചെടുത്ത ഒരു ഹതഭാഗ്യമായിട്ടുള്ള ഒരാളാണ് പാഞ്ചാലി. അപ്പോൾ ഈ പാഞ്ചാലിയുടെ കഥ നമ്മളെല്ലാവരും പുരാണത്തിൽ ഇങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ബാലരമയിലെ ഉണ്ടായിരുന്നു, ബാലരമയുടെ അമർചിത്ര കഥയ്ക്കകത്ത് ഇതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറേ നാട്ടിൻപുറത്ത് വന്ന ബാലകളിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ടി വിയിൽ തന്നെ സീരിയൽസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പാഞ്ചാലി, അപ്പോൾ ഇത് എത്ര വർഷം മുമ്പാന്ന് ആലോചിച്ച് നോക്കണം. ആ പെണ്ണിന് പറയാനായിട്ടുള്ള കാര്യം, അതായത് ആ പെണ്ണിന് താല്പര്യം ഉണ്ടോയെന്ന് പോലും ആ ഒരമ്മ യോജിച്ചില്ല. നിങ്ങൾ 5 പേരും കൂടെ വീതിച്ചെടുക്കാൻ പറഞ്ഞ എന്ത് പോക്കൃത്തരമാണെന്നറിയാം പറഞ്ഞു. അത് പുരാണത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും കൂടി അതിൻ്റെ പുറകെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അതൊന്ന് തിരുത്തി എഴുതാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണം നടത്താനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പറയാനോ ഒന്നും ആരും നിന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ആ കഥയിൽ ആൾക്കാർ പാഞ്ചാലിയുടെ കൂടെ നിൽക്കുമോ, അതോ പാഞ്ചാലിനെ എല്ലാവരും വിധിച്ചെടുത്തു എന്ന് പറഞ്ഞ അമ്മയുടെ കൂടെ നിൽക്കുമോ, അതോ പാഞ്ചാലിനെ കെട്ടിക്കൊണ്ട് വന്ന കെട്ടിയവൻ്റെ കൂട്ടത്തിൽ നിൽക്കും? ആരുടെ കൂടെ നിങ്ങൾ നിൽക്കും? ഇപ്പം ആ കഥ അതൊരു കഥയാണെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കഥയാണെന്ന് പറഞ്ഞ് എഴുതരണം. അതല്ല അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അതങ്ങനെ പറയണം. ഇനി അതല്ല, ആ കഥ വൺ ബ്ലണ്ടർ പരിപാടിയാണെങ്കിൽ ആ കഥ റിമൂവ് ചെയ്ത് കളയണം. ആ കഥ കൊണ്ടിട്ട് എന്താണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയല്ലേ നമ്മുടെ അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഖിൽ മാരാർ ഒരു കാര്യം, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയണം. അഖിൽ മാരാറിനോട് ഓട്ടോമാറ്റിക്കലി അഖിൽ മാരാർ തിരിച്ചറിഞ്ഞ ഈ കാര്യം ഏത് ദിവസത്തിലാണ് അഖിൽ തിരിച്ചറിഞ്ഞത്? വിച്ച് ഡേറ്റ് യു തിരിച്ചറിയൽ ദിസ് ഐറ്റംസ്? ഇനി അത് തിരിച്ചറിഞ്ഞിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അഖിൽ മാരാർ ഈ കാര്യം പുറത്ത് ജനങ്ങളോട് പറഞ്ഞത്?